ഡൽഹിയിലെ ഒരു ചോരക്കണ്ണൻ ബിൽഡർ വിടലിന് ഒരു സ്ഥലം ഒഴിപ്പിക്കണം. അതിനുവേണ്ടി ചോരക്കണ്ണനും കുറച്ച് ഗുണ്ടകളും കൂടി ആ സ്ഥലത്തേക്ക് വരുന്നു. അപ്പോ അതാ 3 ഡ്യൂക്ക് ബൈക്കിൽ 3 ഫുണ്ടകൾ വന്ന് ഹിന്ദിയിൽ ബായിജാനെ പറ്റി എന്തൊക്കെയൊക്കെ കൊണക്കുന്നു. യെസ് ഗൈസ്, മൂക്കിപ്പൊടി സെല്ലുബായി തന്നെ. ബായി ആദ്യം ഒരു കോട്ടെടുത്ത് താഴേക്ക് എറിയും, പിന്നെ ബായിയും ചാടും. എന്നാ പിന്നെ ബായിക്ക് കോട്ടിട്ട് ചാടിയാ പോരെ. ബായി ചാടുമ്പോൾ നാട്ടുകാർ കിടന്ന് വിസിലടിച്ച് കാറുന്നു. ഈ നാറികൾക്ക് വേറെ പണിയില്ലേ? ഒരു ചപ്ര വിഗും വെച്ചാണ് ബായി ഈ പടത്തിൽ പകുതി. എന്നിട്ട് ബായി ഹിന്ദിയിൽ എന്തൊക്കെയൊക്കെയോ കൊണക്കുന്നു. അതിന്റെ ഇടയിൽ ഏത് നായിന്റെ മോനെ വണ്ടിയുടെ പാർക്ക് ചെയ്തെന്ന് പറഞ്ഞ് ബായി 1700 കിലോ വരുന്ന വണ്ടി ഒറ്റ കൈ കൊണ്ട് എടുത്ത് പൊക്കും. പിന്നെ ബായി എല്ലാറ്റിനെയും അടിച്ചു പറപ്പിക്കുന്നു. ഇത് കണ്ട് ചോരക്കണ്ണൻ പോയിട്ട് അടുത്ത തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞു ഓടുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സെല്ലുബായിയുടെ ഒരു സോങ്. ബൈ ദ ബൈ, നമ്മുടെ സെല്ലുബായിക്ക് 3 ഫൂണ്ട് അനിയന്മാരുണ്ട്. എല്ലാവരും അനാഥൻ തന്നെയാണ്. തന്തയും തള്ളയും ഇല്ലാത്തത് കൊണ്ട് ഉലക്ക കൊണ്ട് അടിച്ചാണ് ബായി 3 എണ്ണത്തിനെ വളർത്തിയത്. ഈ അനിയന്മാർക്കെല്ലാം കാമുകിമാരുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ ബായിക്ക് പെണ്ണില്ലായിരുന്നു. ബായി പൊര നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ പോത്തുകൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ വേലയും കൂലിയും ഇല്ലാത്തവനെ എവിടുന്ന് പെണ്ണ് കിട്ടാനാ? അതാ പറയുന്നത് ആയ കാലത്ത് അനിയന്മാർ ചെയ്തതുപോലെ പെണ്ണ് സെറ്റാക്കാൻ. അങ്ങനെ ബായിക്ക് ഒരു പെണ്ണ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി ബായി അഡ്മിനാക്കി അനിയന്മാർ പെണ്ണിനെ തപ്പുന്നു. അങ്ങനെ പെണ്ണ് തപ്പി തപ്പി അവസാനം കിട്ടിയത് ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് ആയിട്ടുള്ള പൂജേച്ചിയായിരുന്നു. ആ വ്യാളി ചെറുക്കന്മാർ എൻഗേജ്മെന്റിന് ബായി ഐഫോൺ വാങ്ങി തരും എന്നൊക്കെ പറഞ്ഞ് പെണ്ണിനെ കൊണ്ട് ബായിയെ ഇഷ്ടമാണെന്ന് പറയിക്കാൻ നോക്കുകയായിരുന്നു. ഐഫോൺ 70 Pro Max ആണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞ് അവർ ഒരു ഡേറ്റിംഗിന് പോകുന്നു. അങ്ങനെ ബായിക്ക് വരെ പെണ്ണായി. ഇങ്ങനെയൊന്നും നമുക്ക് അനിയന്മാരില്ലാതായി പോയല്ലോ. അങ്ങനെ ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് മാറ്റി ബായിയുടെ മൊഞ്ചത്തി എന്ന് പൂജേച്ചി മാറ്റുന്നു. അതിന്റെ ഇടയിൽ പൂജേച്ചിയുടെയും ബായിയുടെയും കുൽസിതങ്ങൾ, പിന്നെ ഇടയിൽ 2 സോങ്സും. അങ്ങനെ സോങ് ഒക്കെ കഴിഞ്ഞ് പൂജേച്ചി വീട്ടിൽ വന്നതും ബായിയുടെ കാര്യം വീട്ടിലെ ഏട്ടനെ വിളിച്ചു പറയുന്നു. ഏട്ടൻ നമ്മുടെ വെങ്കിടേഷ് അണ്ണനായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബായിയും പൂജേച്ചിയും കൂടെ മെട്രോയിൽ പോകുമ്പോൾ ചോരക്കണ്ണന്റെ ഗുണ്ടകൾ വരുന്നു. ബായി എല്ലാറ്റിനെയും അടിച്ചു തൂറ്റിക്കുന്നു. ചോരക്കണ്ണൻ വന്നത് ബായിയെ കൊല്ലാൻ വേണ്ടിയായിരുന്നില്ല, അവളെ കൊല്ലാൻ വേണ്ടിയായിരുന്നു. അവളുടെ ഏട്ടന്റെ ഡീലിംഗ്സിലുള്ള വില്ലനായ ഡാഡി ഗിരിജിയുടെ കൊട്ടേഷൻ ആയിരുന്നു അത്. അങ്ങനെ ബായിയും അനിയന്മാരും കൂടെ നേരെ കുറ്റിയും പറിച്ച് അവളുടെ വീട്ടിലേക്ക്. അവിടെ എത്തിയതും പിന്നെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു സോങ്. പിന്നെ നമ്മുടെ ബായി മുടി വെട്ടിക്കളയുന്നു, തലമുടി. അങ്ങനെ കുറെ കൊണകൊണകൾ. അതിന്റെ ഇടയിൽ ഡാഡി ഗിരിജയും ഡൽഹിയിലെ ബായിയുടെ വില്ലനും കൂടി പൂജേച്ചിയുടെ ഫാമിലിയെ ആക്രമിക്കാൻ നോക്കുന്നു. അതിനു മുൻപായി ഡാഡി ഗിരിജയെ പോയി ബായി വിരട്ടുന്നു. ആ സമയം ഡാഡി ഗിരിജ ഒരു കഥ പറയുന്നു, പുലിയൂരിന്റെ മുരുകനെ പറ്റി. സോറി ഗൈസ്, നമ്മുടെ വെങ്കിടേഷ് അണ്ണനും ഡാഡി ഗിരിജയുടെ ഡാഡിയും തമ്മിൽ ഉണ്ടായ ഒരു പഴയ വൈരാഗ്യമാണ് ഈ ശത്രുതയ്ക്ക് കാരണം. അങ്ങനെ വില്ലന്മാർ രാത്രി അണ്ണന്റെ വീട്ടിൽ വരുന്നു. ബായി എല്ലാറ്റിനെയും ശബ്ദമില്ലാതെ അടിച്ചു തൂറ്റിക്കുന്നു. എന്നാൽ ഡാഡി ഇല്ലാത്ത ഡാഡി ഗിരിജ ഡാഡി ഇല്ലാത്തരം കാണിക്കാൻ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് അണ്ണനും ബായിയും കൂടെ ഒരു മുണ്ടുപൊക്കി ഡാൻസ് വിത്ത് സോങ്. അതിന്റെ ഇടയിൽ ഹൈദരാബാദിൽ മീൻ വാങ്ങിക്കാൻ വന്ന രാംചരന്റെ കൂടെ ഒരു മുണ്ടുപൊക്കി ഡാൻസ് കളിപ്പിക്കുന്നു. അങ്ങനെ അവസാനം ബായിജാൻ താടിയും കൂടെ വെട്ടിക്കളഞ്ഞ് ഒരു ഇസ്തിരിപ്പെട്ടി സോങ്സ്. എന്തോരം പാട്ടുകളാ. പിന്നെ ഡൽഹിയിലെ വില്ലനും നാട്ടിലെ വില്ലനും എല്ലാരും കൂടെ ചേർന്ന് ഒടുക്കത്തെ അടിയോടടി, പറന്നടി, ചാടിയടി, കിടന്നടി, അടിച്ചു തൂറ്റിക്കൽ. അവസാനം അവർ ഒന്നാവുകയാണ് സുഹൃത്തുക്കളെ. ഈ പടം കാണുന്ന അജിത്ത് എന്നടാ പണി വെച്ചിരിക്ക